ബോസ് മലയാളം സീസൺ 7 പ്രഡിക്ഷൻ ലിസ്റ്റാണ്. എൻ്റെ അൻസിഫ് ടോക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളിത് പറയാൻ പോകുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ്. എൻ്റെ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് 5 പേരോളം ഉണ്ട്. 5 എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ കൊടുക്കുന്നത് 5 പേരാണ്. ഇതിനകത്ത് കാണിക്കുന്ന 5 പേരേ ഉള്ളൂ. ഞാൻ നേരത്തെ 2 പേരെ ഇട്ടു, അത് കൺഫേം ആണ്. ഇതിനകത്തും ചില പേരൊക്കെ കൺഫേം ആണെന്നാണ് എനിക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഇതുവരായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം ചെയ്ത് കാണുക. സോ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ആക്കുന്ന ഡെയിലി വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുത്തോളൂ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ ആൾ ആരാണ്? അപ്പം ഞാൻ ഒരു ബുക്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആൾ അനുമോൾ 100% കൺഫേം ആയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അനുമോൾ ഉണ്ടെന്നാണ്, ബിഗ് ബോസിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷനും കൂടിയാണ്. ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അനുമോൾ ഒന്നാമത്തെ ആൾ അനുമോൾ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ആൾ ആരാണ്? രണ്ടാമത്തെ ആൾ പ്രണവ് കൊച്ചു യൂട്യൂബറായിട്ടുള്ള പ്രണവ് കൊച്ചു ആണ്. നമ്മളെ ഡാൻസൊക്കെ ചെയ്യുന്ന പ്രണവ് കൊച്ചു. പിന്നെ വ്ളോഗ് ചെയ്യും പ്രണവ് കൊച്ചിൻ്റെ പ്രണവ് കൊച്ചു എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. പ്രണവിനെ കൊച്ചുവിന് എല്ലാവർക്കും അറിയാം, പ്രണവ് കൊച്ചുവിന് എല്ലാവർക്കും അറിയാം. പിന്നെ മുകേഷ് ഫുഡൊക്കെ അടിക്കുമ്പോൾ യൂട്യൂബിലെ ഫുഡൊക്കെ അടിക്കുന്നതിൻ്റെ വീഡിയോസ് ഇടും. ആ മുകേഷാണ് നമുക്ക് മൂന്നാമത്തെ ആളായിട്ട്. നമുക്ക് മിക്കവർക്കും മൂന്നാമത്തെ ആളായിട്ട് ഇടുന്നത്. അപ്പം ഇത് ഞാൻ പറയുകയാണ്, ചില പേരൊക്കെ ഇതിനകത്ത് ഏതോ ഒരാൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരാൾ എന്തായാലും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതെൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റാണ്, എൻ്റെ പ്രഡിക്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ആളാണ് മുകേഷ്. അപ്പം നാലാമത്തെ ആൾ എല്ലാവർക്കും അറിയാം, ഫോൺ യൂസ് ചെയ്യാത്തവർക്ക് അറിയാം. പിന്നെ TV എന്തായാലും ഫോൺ യൂസ് ചെയ്യാത്തവർക്ക് അറിയാം. അതാണ് നമ്മളെ TVയിലൊക്കെ ഉള്ള നിഷാ സാരംഗ്. അതാരാന്നറിയാവോ? നിഷാ സാരംഗ് ആരാന്ന് ചോദിച്ചാൽ ഉപ്പും മുളകിലൊക്കെ ഉള്ള ഒരാളാണ്. ഉപ്പും മുളകിലെ നീലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പോൾ ഇല്ല ബിഗ് ബോസിലല്ല, ഉപ്പും മുളകിൽ ഇപ്പോൾ ഇല്ല. അപ്പം ഉപ്പും മുളകിലുള്ള നിഷ സാരംഗാണ് 4ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്ത് ജാസിയാണ്. എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് ജാസിൽ ജാസി ഉണ്ട്. ഒരു എനിക്ക് തോന്നുന്നത് യൂട്യൂബ് ചാനലുണ്ട്, അത് കൺഫേം ആണ്. യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ളതാണ്. പിന്നെ പെണ്ണിൽ നിന്ന് ആണിലേക്ക് ആണിൽ നിന്ന് പെണ്ണിലേക്ക് പോയവരൊക്കെ ഒരാളാണ്. അപ്പോൾ ഇത്രയും പേരെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ്. 5 പേരെ പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.